വചനങ്ങൾ കേൾക്കുമ്പോഴൊക്കെയും വചനം ദൈവം തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. കാരണം ഒരു പ്രാവശ്യം നാം സ്ലിപ്പായി കഴിഞ്ഞാൽ ശത്രു നമ്മുടെ ഹൃദയത്തിലിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിപ്പിക്കും. അത് അങ്ങനെയൊന്നല്ല. അറിഞ്ഞുകൊണ്ട് പറയണമെങ്കിൽ പറയുന്നവൻ്റെ തലയിലിരിക്കട്ടെ, കർത്താവ് ഈ വചനം എനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ, എനിക്ക് ജീവന് കാരണമായി തീരട്ടെ എന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചെന്തായിരുന്നു? അവർക്ക് കേട്ട വചനം ഉപകാരമായി തീർന്നില്ല. കാരണം എന്താ? അത് വിശ്വാസമായി പരിണമിച്ചില്ല. അപ്പോൾ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കാതിരിക്കത്തക്കവണ്ണം ശത്രു ആയവനോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ജഡമോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരും. ആ ചിന്തകളൊക്കെയും കാസ്റ്റ് ഔട്ട് ചെയ്യുക, ഇടിച്ച് കളയുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ കോട്ടകളും, എല്ലാ കൊമ്പുകളും ഇടിച്ച് കളയണം. 2 Corinthians chapter 10:5 പറയുന്നത് അവൻ്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ കോട്ടകളെയും, എല്ലാ സ്ട്രോങ് ഹോൾഡ്സിനെയും ഇടിച്ച് കളയുക. ഇതെൻ്റെ ജീവനാവശ്യമായ കാര്യമാണ്, എൻ്റെ നിത്യജീവന ആവശ്യമായ കാര്യമാണ്. ആ വചനം നാം സ്വീകരിച്ചാൽ, ആ വചന വിശ്വാസമായി പരിണമിച്ചാൽ ക്രിസ്തു തന്നെയാണ് നമ്മൾ വെളിപ്പെടുന്നത്. ദൈവകർത്താവ് സഹായിക്കട്ടെ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഇന്ന് 6-ാം വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. മലയാളത്തിൽ ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തിരുവെഴുത്തുകൾ കർത്താവ് ഞങ്ങൾക്ക് ജീവന് കാരണമായി തിരുവാൻ തക്കവണ്ണം നിന്റെ കൃപ ഞങ്ങളെ വ്യാപരിക്കട്ടെ. വചനത്തിൻ്റെ കർത്താവെ ആഴങ്ങൾ ഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം, ജീവനായി പരിണമിക്കാതിരിക്കത്തക്കവണ്ണം ചിന്താമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തികളെയും അധർമ്മത്തിൻ്റെ വ്യാപാരങ്ങളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അഫലമാക്കിയാണ്. നിന്റെ മഹത്വം വെളിപ്പെടട്ടെ കർത്താവെ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും പുത്രൻ വെളിപ്പെടുവാൻ തക്കവണ്ണം കൃപ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആട്ടിത്തൊഴുത്ത് എന്ന വിഷയത്തിൽ നാം ചിന്തിച്ചു വന്നപ്പോഴാണ് ആമേൻ സ്തോത്രം എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാൻ കാരണമായി തീർന്നത്. അതായത് ചർച്ച് എങ്ങനെയുള്ളതായിരിക്കണം. സ്തോത്രം. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. പ്രത്യാശ ഒന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചു. ഇതാണ് ചർച്ചിന്റെ ബേസിക് ഫൗണ്ടേഷൻസ്. ക്രിസ്തു, ഓഫ് കോഴ്സ്, ക്രിസ്തു എന്ന അടിസ്ഥാന ഫൗണ്ടേഷൻ തന്നെയാണ് പണിയുന്നത്. പക്ഷേ ഇത് പണിയുമ്പോൾ പ്രത്യാശ ഒന്നായിരിക്കണം. അപ്പോൾ അനേക പ്രസംഗങ്ങളിൽ കൂടെ ഡിഫറെന്റ് പ്രത്യാശയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ക്രിസ്തുവിലല്ല. ഇത് വളരെ മനസ്സിലാക്കണം. ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നതിന് ഇടമായി കാരണം തീരുന്ന വിധത്തിലുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യാശ ഉളവാക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു എന്നിൽ വരണം, എന്നിൽ ഉരുവാകണം, ഞാൻ അവരോട് സദൃശ്യന്മാരായി തീരണം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണെങ്കിൽ അത് ക്രിസ്തുവിൽ നിന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെ ഈ ലോകത്തിലേക്കോ ഈ ശരീരത്തിൻ്റെതായിട്ടുള്ള വെൽഫെയറിന് വേണ്ടിയുള്ള മെസ്സേജുകളാണെങ്കിൽ പ്രത്യാശ ഡിഫറൻ്റായി ക്രിസ്തുവിലല്ല. ഇതൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. സ്തോത്രം. അപ്പോൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഏകം അല്ലെങ്കിൽ ഒന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസൻഷ്യലി വൺ. ഞാനും പിതാവും ഒന്നാണെന്ന് പറയുമ്പോൾ എസൻഷ്യലി വൺ, ലിറ്ററലി വൺ അല്ല, എസൻഷ്യലി വൺ. സ്തോത്രം. അപ്പൊ ശരീരം ഒന്ന്, പ്രത്യാശ ഒന്ന്. അവിടുന്ന് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. വിശ്വാസത്തെ കുറിച്ച് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 3-4 എപ്പിസോഡുകൾ, 3-4 മീറ്റിങ്ങുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്നൊക്കെ തന്നെ വിശ്വാസം എന്താണെന്ന് ഒരു വിധത്തിലൊക്കെയും മനസ്സിലാക്കി കാണും. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ
നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആ സ്പിരിറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഒരു പ്രവാചകന്റെ അടുത്ത് പോകണ്ട. എൻ്റെ വിശ്വാസം പെർഫെക്റ്റ് ആണോ? ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തുവിനെയാണോ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്? ക്രിസ്തുവാണോ എന്നിൽ ഭരിക്കുന്നത്? ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അവനുമായിട്ടാണോ ഞാൻ ഒന്നായി തീർന്നിരിക്കുന്നത്? ഇതെല്ലാം തന്നെ സഭയുണ്ടാക്കാനോ ഒരു വ്യക്തിയുടെ പ്രശംസ കിട്ടുവാനല്ല. നമ്മുടെ നിത്യജീവൻ എവിടെയാണ്? ക്രിസ്തുവിനോട് കൂടെയാണോ അല്ലോ എന്ന് വ്യക്തമായി കിട്ടുവാനാണ്. പ്രസംഗിക്കുന്ന ഞങ്ങളുടെ മേൽ വാള കിടക്കുന്നത്. ഒരാത്മാവെങ്കിലും ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന് കണക്ക് കൊടുക്കണം. സുവിശേഷം ഞങ്ങളെ വിശ്വസ്തരെ നീ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുകയാണ്. ഒരുവന്റെ വിശ്വാസം ശരിയല്ലെങ്കിൽ അതിനെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ശരിയായ വിശ്വാസം അതിന് ഉരുവാകത്തക്ക വേണം അവന് വേണ്ടി ശുശ്രൂഷിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നഷ്ടമായി പോയാൽ എന്താ പോകുന്നേ? നമ്മുടെ നിത്യമായ ലൈഫ് എവിടെയായി തീരും എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് ഇനി വിശ്വാസത്തിന് എന്ന സബ്ജക്റ്റ് ഞാൻ അധികം കണ്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നതിൽ ഒരു സോളെങ്കിലും വിശ്വാസത്തിൽ പതറുന്നുണ്ടെങ്കിൽ, ശരിയായി വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതേ ടോപ്പിക്കിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പിടിച്ചു നിർത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചാലും സാധിക്കുകയില്ല. കാരണം നാം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും സോളിന്റെ വില ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവപുത്രന്റെ ജീവന് തുല്യമാണ്. ഹല്ലേലൂയ. അത്രമാത്രം വില കൊടുത്തിട്ടാണ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സോളിന്റെ വില അത്രമാത്രമാണ് ദൈവം കണക്കിടുന്നത്. അതിന് നശിപ്പിക്കുവാനുള്ളതല്ല. സ്തോത്രം. അപ്പൊ വിശ്വാസം ഒന്ന്, എസൻഷ്യലി വൺ. ഇതില്ലെങ്കിൽ ചർച്ചിന് തല്ലി തകർന്നു പോകും. ഇതുകൊണ്ടല്ലോ ക്രിസ്ത്യൻഡത്തിൽ അനേക ഡിനോമിനേഷൻസ് വന്നിരിക്കുന്നത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്തുവിന് തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ പ്രത്യാശ ഡിഫറൻ്റ് ആണ്. അവിടെ തീർന്നു. അപ്പോൾ വിശ്വാസം ഒന്ന് എന്താ? ഉയർത്തെന്ന് വെച്ചവരെ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ രാജാവായിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവരായിട്ട് സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ തന്നെ എന്നിലും വസിച്ച് എന്നിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരത്തെയും വെളിപ്പെടുത്തണം. അപ്പൊ ഇത് സാധിക്കുമോ? സാധിക്കും എന്നാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പൊ ഇത് വിശ്വാസം എന്ന സബ്ജക്റ്റിൽ അധികം നീണ്ടു പോകുന്നില്ല. അടുത്ത സബ്ജക്റ്റ് ആണ് സ്നാനം ഒന്ന്, എസൻഷ്യലി വൺ. ഇത് പലരും ലിറ്ററൽ ആയിട്ട് എടുത്തിട്ട് സ്നാനം ഒന്നേ ഉള്ളൂ, ശിശു സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ സ്നാനം ഒന്നേ ഉള്ളൂ. പെന്തിക്കോസ്തിൽ തന്നെ പെന്തിക്കോസ്തിൽ ചേരുവാൻ സ്നാനപ്പെട്ട ഒരു പ്രാവശ്യം സ്നാനമുള്ളൂ. നീ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് അത് ജലത്തിൽ സാക്ഷീകരിക്കുന്നതാണ് വിശ്വാസ സ്നാനം. ഇത് സംഭവിക്കാത്തോളം 1000 പ്രാവശ്യം സ്നാനപ്പെട്ടാലും ദൈവസന്നിധിയിൽ എസൻഷ്യലി വൺ അല്ല. ഇത് വളരെ മനസ്സിലാക്കുക. 1000 പ്രാവശ്യം സ്നാനപ്പെട്ടാലും യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു, ഇനിയുള്ള ജീവിതം ക്രിസ്തുവിനോട് അവൻ എന്നിൽ വസിച്ചുകൊണ്ട്, ഞാനല്ല അവൻ എന്നിൽ വസിച്ചുകൊണ്ട് ജീവിക്കും. ഇത് സാക്ഷീകരിക്കുന്നതാണ് വിശ്വാസ സ്നാനം. ഇനി അതിനെതിരായിട്ട് അനേക ഉപദേശങ്ങൾ ഓരോ ഡിനോമിനേഷൻസ് ഒക്കെയും അവരുടെ പുതിയത്ത് കൊണ്ടുവരുന്നുണ്ട്. ശിശു സ്നാനം എവിടെ നിന്ന് വന്നു, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെയും ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ വളരെ മുൻപ് തന്നെ ഓരോ മതവിഭാഗങ്ങളിൽ, അതായത് ബാബിലോണിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള ഈ മിസ്രി ബാബിലോൺ ഏതെല്ലാം രാജ്യങ്ങളിൽ വിവിധമായ ഭാഷകളിൽ ചെന്നോ അതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനം ഒന്ന് തന്നെയായിരുന്നു ബാബേൽ ടവർ. അവിടെ വെച്ചാണ് ദൈവം അവരുടെ ഭാഷയെ കലക്കിയത്. പക്ഷെ സ്പിരിറ്റ് മാറിയില്ല. ഒരേ സ്പിരിറ്റ് തന്നെയാണ്. ഡിഫറെന്റ് ലാംഗ്വേജുകളിലേക്ക് പോയി. ഈജിപ്തിലേക്ക് ഒന്ന് പോയി, ഹിന്ദുദേശത്ത് ഇന്ത്യയിലേക്ക് ഒന്ന് വന്നു, മറ്റു ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണെങ്കിൽ തന്നെ സ്പിരിറ്റ് ഒന്ന് തന്നെയാണ്. അതിൽ കൂടെ തന്നെ പല ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയൻസ് കടന്നു വന്നു. പക്ഷെ സ്പിരിറ്റ് ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അന്നും ശിശു സ്നാനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ദൈവസഭ പിന്നോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഈ അടുത്തുള്ള ജാതികളുടെ മര്യാദകളൊക്കെയും ആലയത്തിലേക്ക് കടന്നു വന്നു. കേരളത്തിൽ നമുക്കറിയാമല്ലോ. ഞാൻ ചെറിയ ഉദാഹരണത്തെ പറയാം. ഈ സമുദായങ്ങളിൽ മന്ത്രകോടി കൊടുക്കുന്നുണ്ട്. അമേരിക്കയിലോ അല്ലെങ്കിൽ UK ആരെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ മന്ത്രകോടി കൊടുക്കുന്നുണ്ടോ? എവിടുന്നാ വന്നേത്? താലി കെട്ടുന്നുണ്ട്. എവിടുന്നാ വന്നേ? ഇതെല്ലാം ഓരോരോ ജാതികളുമായിട്ട് മെർജ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള സ്പിരിറ്റിന്റെ ഇൻഫ്ലുവൻസ് കടന്നു വന്ന് ഓരോരോ സംസ്കാരങ്ങൾ കടന്നു വരികയാണ്. ദൈവസഭയുടെ വേലി പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ
എഫേസ്യ സഭയ്ക്കുള്ള ദൂത് പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ദീപത്തെ മാറ്റിക്കളയും, നിലവിളക്കിനെ മാറ്റിക്കളഞ്ഞു. കാരണം എന്താ? സെൽഫിനെ റിനൗൺസ് ചെയ്ത് ആദ്യ സ്നേഹത്തിലേക്ക് വന്നില്ല. പിന്നീടാണ് റോമൻസ് ഒക്കെ ഭംഗി വരുന്നത്. സ്തോത്രം. ഇതൊക്കെ ഹിസ്റ്റോറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സ്നാനം എന്ന സബ്ജക്റ്റിനെ കുറിച്ച് കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പ് വളരെ വിശദമായിട്ട് എടുത്തിട്ടുള്ളതാണ്. കുറെ വീഡിയോകളൊക്കെ കാണിച്ചുകൊണ്ട്, അതുകൊണ്ട് ഞാൻ സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് നാം ഇന്ന് വായിച്ചത്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ ഒരു പദപ്രയോഗം വളരെ സീരിയസ് ആയ വിഷയമാണ്. കർത്താവ് തന്നെ ഉയർത്തേണ്ട സമയത്ത് കർത്താവ് പറഞ്ഞെന്താ? എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായിരിക്കുന്ന അടുക്കിലേക്ക് ഞാൻ പോകുന്നു. തോമസ്, അവർ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശ്വസിക്കാതിരുന്ന തോമസ്, ഞാൻ വിലാപ്പുറത്ത് കൈയിട്ടല്ലാതെ ആണിപ്പഴിൽ വിരലിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കരുത് പറഞ്ഞ തോമസിന്റെ അടുത്ത് കർത്താവ് വന്നിട്ട് അവന്റെ ഡിവൈൻ നേച്ചർ അവന്റെ സോളിലേക്ക് ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ പറയുന്നത് എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവയെന്നാണ്. അപ്പോൾ ദൈവവും പിതാവും എന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ആ ടേംസിന് അധികമായ വിലയുണ്ട്. അപ്പോൾ ദൈവസഭയില് പിതാവ് എന്ന് ക്വാളിഫൈ ആകണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ മാത്രമേ ഉള്ളൂ. ഈ കളയുടെ ഉപദേശം പറഞ്ഞുകൊണ്ട് അനേകര് പറയുന്നുണ്ട്, കള ലോകത്തിലാണ്, ദൈവസഭയ്ക്കകത്തല്ല. അത് പാകമാവുന്നവര് വളരെ വെച്ചോണ്ടിരിക്കാം. കൊയ്ത്തിന്റെ സമയത്ത് അതിനെ ദൂതന്മാര് കൊയ്ത് മാറ്റിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്തല്ല, വിത്ത് വിതയ്ക്കുന്നത് ലോകത്തിലാണ്. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഹല്ലേലൂയ. അതിന്റെ ടേംസ് വളരെ കാര്യം. എല്ലാവർക്കും മീതെയുള്ളവനും, ഓരോ വിശ്വാസിക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതാണ് ചർച്ച് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യം. സ്തോത്രം, സ്തോത്രം. എനിക്ക് മീതെയുള്ളവൻ, എന്നോടുകൂടെ ശരീരമായിരിക്കുന്ന സഭയ്ക്കകത്ത് എല്ലാവരിലും മീതെയുള്ളവരാണെന്ന് ഓരോരുത്തർക്കും ഒരു ഉത്ബോധം വേണം, ഒരു ഭയഭക്തിയും കൂടെ വേണം. സ്തോത്രം. ഇതൊക്കെ ചർച്ചിനകത്ത് ആദ്യം 1-ാം നൂറ്റാണ്ട് കർത്താവിന്റെ സമയത്ത് ഇല്ലാതിരുന്ന സമയത്ത് കർത്താവ് ആ കോട്ടകളൊക്കെ ഇടിച്ചു കളഞ്ഞതാ. ഞങ്ങളിൽ ആര് വലിയവൻ എന്നുള്ള തോന്നൽ ഉണ്ടായിക്കോഴേക്കും തന്നെ കർത്താവ് ഇടിച്ചു കളഞ്ഞെങ്ങനെയായിരുന്നു? അവർക്ക് വേണ്ടി സെർവന്റ് ആയി തീർന്നു. വലിയവനെന്ന് തോന്നുന്നവൻ മറ്റൊരുവന് വേണ്ടി സെർവന്റ് ആയി തീരുക. അപ്പൊ അവന് വലിയവെന്നുള്ള ചിന്ത കൊണ്ടുവരുന്ന പിശാചിന്റെ സ്വഭാവം മാറിക്കൊള്ളും. സ്തോത്രം. ഞാൻ മറ്റൊരുവനേക്കാളും വലിയവരെന്ന് ചിന്തിച്ചാൽ, ആത്മീകത്തിലോ മറ്റേതെങ്കിലും വിധത്തിൽ ചിന്തിച്ചാൽ, ആ ചിന്തിക്കുന്നവൻ ആരെ കുറിച്ച് ചിന്തിക്കുന്നവരോ അവന് സെർവന്റായി തീരുക. സ്തോത്രം. ഇതൊക്കെ വളരെ നാള് ഇവൻ എൻ്റെ വിവാഹത്തിന് മുമ്പേ തന്നെ കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സെർവന്റായി തരുക. ഞങ്ങളുടെ കുവൈറ്റ് ചർച്ചിനകത്ത് ഏകദേശം 10-20 പേര് 21 പേരൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലീസ് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് എൻ്റെ കയ്യിൽ മാത്രമേ വാഹനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നൈറ്റ് മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആവും. വെളുപ്പിന് 4 മണിക്ക് 4:30 മണിക്ക് 4:45 ഡ്യൂട്ടിക്ക് പോകണം. ഇവരെല്ലാം കൊണ്ട് തിരിച്ചു വന്ന് വരുമ്പോൾ ഞാൻ 1 മണിയൊക്കെ ആവും. ഇടയ്ക്കിടയ്ക്കിട്ട് ആഹാരങ്ങളുണ്ടാവും. അപ്പോൾ ഫാമിലീസ് പോലും ആഹാരം കഴിച്ച പ്ലേറ്റ് എല്ലാം അവിടെ ഇട്ടിട്ട് പോകും. ഞാൻ ഇവരെല്ലാവരും കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു വന്ന് ഇവിടെ എല്ലാവരും പ്ലേറ്റ് കഴുകി വെച്ച് തുടച്ചുണക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. വെളുപ്പിന് 4:45 പോകും. ഒരു ദിവസം 2 ദിവസമല്ല, വർഷങ്ങളോളം. അന്നൊന്നും എനിക്കിതിൻ്റെ പൊരുളറിയില്ലായിരുന്നു. അന്ന് ഞാൻ സ്പിരിച്വൽ ഗ്രോ ചെയ്തു. എന്നെ കൊണ്ട് പാത്രം കഴിപ്പിച്ചവരൊക്കെ എന്തറിയാമോ ഡൗൺ ആയിട്ട് പോയി. ഞാൻ അവിടെ സെർവൻ്റായി തീർന്നു. എനിക്ക് ഒരിക്കൽ പോലും ഭാരം തോന്നിയിട്ടില്ല. അയ്യോ, സ്ത്രീകളും പെണ്ണുങ്ങളൊക്കെ ഇവരുടെ പാത്രം പോലും ഞാൻ കഴുകേണ്ടി വരുന്നത് ഒരിക്കൽ പോലും എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മർമറിയും വന്നിട്ടില്ല.
കർത്താവ് ഇന്നും കൃപയും നിർത്തിയിരിക്കുന്നു. 1-2 പേരല്ല, 10-21 പേര്, അതിൻ്റെ 4-5 ഫാമിലീസ് ഉണ്ട്. ഒരാൾ പോലും ഒരു പ്രാവശ്യമെങ്കിലും ഞാനും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇവർക്കെല്ലാം കൊടുത്ത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ കഴിക്കാനും സമയമുണ്ടാവും. അവരൊക്കെ പോകാൻ റെഡിയായിട്ടുണ്ടാവും, എഴുന്നേറ്റിട്ടുണ്ടാവും. ഇവരെല്ലാം പാത്രം കഴുകി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുക. ഞാൻ പ്രശംസിക്കും. അന്ന് എനിക്കിതിൻ്റെ മർമ്മങ്ങളൊന്നും അറിയില്ലായിരുന്നു. കർത്താവ് വന്നേ പഠിപ്പിച്ചു. സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും മീതെയുള്ളവൻ ഒരുവനാ. ഇത് എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കണം. ഏതൊരവസ്ഥ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ഇപ്പം മറ്റൊരുവന്റെ മേധയുള്ളവൻ സർവശക്തനാണെന്നൊരു ഭയം ഹൃദയത്തിലുണ്ടാകണം. ഞാൻ ആരോട് എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അവന്റെ മേധയുള്ളവൻ സർവശക്തനാ. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും. ഈ എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നുള്ള കാര്യത്തിന് അല്പമായിട്ടൊന്ന് ചിന്തിക്കണം. ഒരു 2 പേജ് ബാക്കിലോട്ട് മറച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ വ്യാപരിക്കുന്ന ഒരുവനാകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കാണാപ്പാഠം പഠിക്കുന്ന ഒരു വാക്യമാണത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം എല്ലാവരും എടുത്തോളൂ. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം, അതിനുശേഷം ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നും കൂടെ ഒന്ന് വായിക്കുന്നതായിരിക്കും. എഫേഷ്യൻസ് ചാപ്റ്റർ 1 അതിന്റെ 18 കൂടെ വായിക്കണം. അവിടെ കണ്ടിന്യൂഷൻ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും. ഹല്ലേലൂയ. ഇത് നമ്മള് പാടിയ സമയത്ത്, 2ാമത്തെ പാട്ട് പാടിയ സമയത്ത് പറഞ്ഞല്ലേ, മേഘസ്തംഭത്തിലും അമിത ബലം, രോഗങ്ങളും പീഡകളും നിന്ദകളും വരുമ്പോൾ ജയിക്കണമെങ്കിൽ എന്താ വേണ്ടത്? കർത്താവിലും അവന്റെ അമിത ബലത്തിൽ. ഈ അമിത ബലം കിട്ടണമെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാൻ അതിന്റെ ആംപ്ലിഫൈഡ് ബൈബിളിലൊന്ന് വായിക്കുകയാണ്. So what is the immeasurable and unlimited and surpassing greatness of his power in and for us who believe, as demonstrated in the working of his mighty strength, which verse 20, which he exerted in Christ when he raised him from the dead and seated him at his own right hand in the heavenly places. ഇതേപോലെ തന്നെയാണ് നമ്മളെയും ഇരുത്തുന്നത്. കണ്ടീഷൻ എന്താ വേണമെന്നറിയാം? വിശ്വസിക്കുക. നമ്മുടെ ഏതൊരു ട്രയലിലും ഏതൊരു വിഷയത്തിലും നമ്മൾ വ്യാപരിക്കുന്നവൻ ഒന്നാകണമെങ്കിൽ ഇതില്ലാത്തതുകൊണ്ടാണ് ചർച്ച സ്പ്ലിറ്റ് ആയി പോകുന്നത്. വിശ്വാസം ഒന്ന്. എന്റെ ഏതൊരു ട്രയലിലും ഞാൻ കൂശെടുക്കാൻ തയ്യാറായിട്ട് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ എന്റെ ആ ട്രയലിൽ സ്വീകരിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളെ തോൽക്കുമാറല്ലാക്കുന്നത്, ഉയരത്തിലോ മഹിമയുടെ വലതുഭാഗത്ത് അവനോടുകൂടെ നമ്മളെ ഇരുത്തുമാറാക്കുന്നതാണ്. ഇതാണ് പുതിയ നിയമത്തിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ ഒരുവനാകണമെങ്കിൽ എല്ലാവരിലും അതാത് സമയങ്ങളില് വിശ്വാസത്താൽ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നെങ്കിൽ എല്ലാവരിലും വ്യാപരിക്കുന്നവർ ഒന്നായിരിക്കും. വ്യാപരിച്ചാൽ എന്താ നടക്കുന്നത്? അവന്റെ ബലത്തിന്റെ ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഇമ്മെഷറബിൾ. പിന്നെ ഏത് ശക്തിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ഏത് ദുഷ്ടാത്മാവ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ഏത് മരണമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? മരണം വിറയ്ക്കും, ദുഷ്ടാത്മസേന വിറയ്ക്കും. നിന്നെ കണ്ടിട്ടല്ല, നിന്റെ ഉള്ളിൽ വസിക്കുന്നവരെ കണ്ടിട്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിക്കണം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത്, വേഴ്സ് 20 മലയാളത്തില്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും ശക്തിക്കും കർത്തൃത്വത്തിലും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളത് വിളിക്കപ്പെടുന്ന സകലനാമത്തിലും അത്യന്തം ഇത് ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് സർവത്തിനും ഇത് തലയാക്കി.
ഇതിൽ അവരിൽ നാം വിശ്വസിച്ചാൽ നമ്മൾ നടക്കുകയില്ലയോ? നമ്മൾ നടക്കുകയില്ലയോ? സ്തോത്രം. ഇത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഇമ്മെഷറായിട്ടുള്ള വലിപ്പം നമ്മളിൽ കൂടെ വ്യാപരിക്കുമെന്ന്. വ്യാപരിച്ചെന്ത് നടക്കുന്നത്? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും. അപ്പൊ നമുക്ക് ഇതിനൊക്കെ ജയിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിൽ വാഴട്ടെ, ഞാൻ കാത്തിരിക്കും അവന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ സർവവും നമ്മുടെ കാൽ കീഴ്, സർവ സൃഷ്ടികളും ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിന് കാൽ കീഴായിരിക്കുന്നത് പോലെ സർവവും, മരണം നമ്മുടെ കാൽ കീഴ്, സൈറ്റാനിക് സൈന്യം നമ്മുടെ കാൽ കീഴ്, സർവത്തിനും മീതെ നാം തല അവനോട് കൂടെ. ക്രിസ്തുവിനെ കൂടാതെയല്ല, ക്രിസ്തുവിനോട് കൂടെ. അപ്പോഴാണ് എല്ലാവരിലും വ്യാപരിക്കുന്നവൻ ഒരുവൻ. ഹല്ലേലൂയ. ഇതാണ് ചർച്ചിന്റെ കണ്ടീഷൻ. എന്നാ ഇതൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ മറ്റു ചർച്ചകളുണ്ടോ? അത് അവർ നോക്കട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞതാണ്. അൺകണ്ടീഷണൽ പ്രൊഫസിയാണത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. എങ്ങനെയാ നടക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഉള്ളിൽ പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ സകലവും നമുക്ക് കീഴ്പ്പെടും. ഇതിന് പഴയ നിമിത്തം നമുക്ക് അനേക ഉദാഹരണങ്ങൾ എടുക്കാം, അനേക ഉദാഹരണങ്ങൾ. സ്തോത്രം. ആസയുടെ കാലത്ത്, ഹിസ്കിയാവിന്റെ കാലത്ത് അവരെക്കാളും ബലമുള്ളതായിട്ടുള്ള ശക്തികൾ വന്നപ്പോൾ യഹോവയിൽ എപ്പോഴൊക്കെ അവർ ആശ്രയിച്ചോ, ശത്രുവിനെ ദൈവമാണ് അവരുടെ മുമ്പിൽ കീഴ്പ്പെടുത്തിയത്. ദാവീദ് എത്രയോ യുദ്ധങ്ങൾ ചെയ്തു. ആരാ അവന് കീഴ്പ്പെടുത്തി കൊടുത്തത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അവരിൽ കൂടെ വ്യാപരിച്ചു. എന്നാൽ രാജാക്കന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ, ന്യായാധിപന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ പല പ്രാവശ്യം യഹോവയിൽ നിന്ന് അകന്നുപോയി. യഹോവ തന്നെ അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് വിശ്വാസത്തിൽ കണ്ടിന്യൂ പെർസീവ് ചെയ്യേണ്ട ആവശ്യകത. ഏത് ട്രയൽ വരട്ടെ, കർത്താവ് ശരീരം വിടാൻ ഭയമുണ്ടെന്ന അർത്ഥം ഇപ്പോഴും സ്വസ്നേഹമാകത്തുണ്ട്. സ്തോത്രം കർത്താവ്. ശരീരം വിട്ടാലും ശരീരത്തിലിരുന്നാലും ഞാൻ നിന്നോട് കൂടെ, നീ എന്നോട് കൂടെ. ഇത് നമ്മുടെ പ്രത്യാശയായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരിൽ ഇരിക്കുന്നവനും, എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവരും കൂടെ വ്യാപരിക്കുന്നവനും, എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതെന്തിന്റെ രണ്ട് പ്രയോഗം? ദൈവം എന്ന പ്രയോഗവും പിതാവ് എന്ന പ്രയോഗം. ഇതിന്റെ ഡെഫിനിഷനിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ആഴത്തിലേക്ക് തന്നെ പോകണം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പിതാവ് എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ജനിച്ചവരെ പറ്റുള്ളൂ. ദൈവ കുടുംബത്തിൽ ജനിക്കാത്തവൻ ദൈവസഭയ്ക്കകത്തല്ല. അവൻ എത്ര പ്രാവശ്യം സ്നാനപ്പെട്ടാലും, ഏതെല്ലാം കപടമായ വിശ്വാസം പറഞ്ഞാലും, ഏതെല്ലാം കപടമായിട്ടുള്ള നീതിപ്രവർത്തികൾ ചെയ്താലും, ദൈവ കുടുംബത്തിൽ ക്രിസ്തു എന്ന ബീജം, ക്രിസ്തു എന്ന വിത്ത് ആത്മാവിൽ കടന്നു വന്ന് ജനിക്കാത്തോടത്തോളം ദൈവ മക്കളല്ല, ദൈവസഭയിലല്ല, ദൈവരാജ്യത്തിലല്ല. ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ സാധ്യമല്ല. വെള്ളത്താലും ആത്മാവിലായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കടപ്പാൻ സാധ്യമല്ല. ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനോടും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീട് ജനിച്ചിരിക്കുന്നു, സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും വലിയവനായ ദൈവത്തെ, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റവന്റെ കർത്താവിന് നമ്മുടെ സോളിൽ സ്വീകരിക്കുന്നത് ഒട്ടും നഷ്ടപ്പെടുന്ന കാര്യമല്ല. സ്വീകരിച്ചാൽ ഒന്നും നഷ്ടപ്പെടുവാനില്ല. നമുക്ക് എന്തോ ആവശ്യമാണ് യോഗ്യമായത് തക്ക സമയത്ത് ഔദാര്യമായിട്ട് സൗജന്യമായിട്ട് തരുന്നവനാണ് അവൻ. സ്തോത്രം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം. ഇനി സീരിയസ് ആയ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാനുണ്ട്. ആട്ടിൻ തൊഴുത്ത് എന്താണെന്നതിനെ കുറിച്ചുള്ള ചെറിയ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഒരു 4-5 ആഴ്ചകളായിട്ട് പറഞ്ഞു വന്നത്. ഇതിനെ വളരെ ഡീറ്റെയിലേക്ക് ഇനിയും പോകാനുണ്ട്. അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ, വിശ്വാസമുള്ളവരാണെങ്കിൽ ഇത്രയും മെസ്സേജ് കൊണ്ട് സഫിഷ്യൻ്റ് ആണ്.
എൻ്റെ വിശ്വാസം പരിശോധിക്കാം. എന്നിലിരിക്കുന്നവൻ, എനിക്ക് മീതയുള്ളവൻ, എന്നിൽ വ്യാപരിക്കുന്നവൻ, എൻ്റെ ദൈവവും എൻ്റെ പിതാവും ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും തന്നെയാണോ? അവൻ പറഞ്ഞത് എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായിട്ട് ഇടയ്ക്കിലേക്ക് ആരോടെ പറഞ്ഞത്? സർവ്വജനത്തോടല്ല പറഞ്ഞത്, ശിഷ്യന്മാരോട് ഞാൻ പോകുന്ന പറഞ്ഞത്. ആ ഒരു റിലേഷനിലാണോ നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക? കർത്താവെ, ഈ ഒരു റിലേഷനിലേക്ക് എന്നെ പഠിപ്പിക്കണമേ. നിന്റെ നാമം വിഷയത്തിൽ മഹത്വപ്പെടുകട്ടെ. ഒരു മെറിറ്റും പറയുവാനില്ല. ക്രൂശിൽ നീ നിവർത്തിച്ച നീതി മാത്രമേ പറയാനുള്ളൂ. നിന്റെ സാന്നിധ്യം അനുഭവിക്കുക, കൃപ നൽകിയാട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണെങ്കിൽ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ അവൻ്റെ പിതാവ് നമ്മളിലുണ്ട്. അവൻ തന്നെ പിതാവ്, അവനിൽ പിതാവുണ്ട്. സ്തോത്രം. എൻ്റെ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. കർത്താവ് നമ്മുടെ ഈ വചനങ്ങൾ സഹായിക്കേണ്ട ശക്തിക്കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവം നിന്റെ കൃപ ഒന്ന് മാത്രമാണ്. നിന്റെ ദൈവവും പിതാവുമായി ഞങ്ങളെ ഒന്നാക്കി തീർക്കുവാൻ, ഏക ശരീരമായിട്ട് കർത്താവ് നിന്നെ ഒന്നാക്കി തീർക്കുവാൻ നീ സഹിച്ച പ്രാശ്ചിത്തമല്ലാതെ, നീ പകരക്കാരായി സഹിച്ച പ്രാശ്ചിത്തമല്ലാതെ ഒന്നും പറയാനില്ല. അതിൽ മാത്രം ഞങ്ങൾ പുകഴട്ടെ. ഇസ്രായേലിന്റെ നാമത്തെ വൈദ്യുതിച്ചു കൊടുക്കാൻ നിന്റെ ജനത്തെ ഉന്മൂലനാശിച്ചു മണ്ടക്കളും പരിശ്രമിക്കുന്നവർ ഉന്മൂലനാശമായി തീരുന്നു. നിന്റെ നാമം മറന്നുപെടുത്താതെ പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കും. നാം ഓർത്ത് പ്രാർത്ഥിച്ചവരുടെ വിഷയത്തിൽ നാം അനുഗ്രഹിക്കുന്നത് നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിൽ വരും. ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരം നിർത്തി ഒരിക്കൽ കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. സ്തോത്രം.